അയ്യോ, ഈ തിരുക്കൊട്ടാരം പോലെ സുന്ദരം ഈ തിരു അടുക്കള, അതിനേക്കാൾ മധുര മനോഹരം ഈ തിരു തരണീമണികൾ. എങ്ങനെ ഈ തിരു പെണ്ണുങ്ങളുടെ ആരാധനാ പാത്രമാവണം, എന്നാൽ ഒരു കംപ്ലൈന്റും ഇല്ലാതെ സംഗതികൾ സാധിക്കാം. ദൈവമേ, ഇത്ര പെട്ടെന്ന് എന്റെ ദാഹം ഈ തിരുശരീരം തിരിച്ചറിഞ്ഞുവോ? തന്നോളൂ, തിരുമനസ് കുളിരെ തന്നോളൂ. തിരുരുചി അപാരം. ഈ തിരുമേനിയുടെ പേരെന്താ? മാധു. ആഹാ, വെരി നൈസ്. ഇവിടുത്തെ തിരുക്കുക്കാണല്ലേ? കൊക്കല്ല, കുക്ക്, പാചകക്കാരി. ഞാനിവിടുത്തെ പാചകക്കാരിയാ. ഇവിടെ വന്നിട്ട് തിരുവർഷം എത്രയായി? 1 വർഷമായി. തിരുവീട്ടിൽ കുഴപ്പക്കാരായ തിരു സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. രക്ഷപ്പെട്ടു. ഹൈവേ ആണ്, ട്രാഫിക് ജാം ഇല്ല. ബൈ ദ ബൈ, കയറി കിടക്കാൻ സ്വന്തമായിട്ട് തിരുവീടുണ്ടോ? 10 സെന്റിലൊരു വീടുണ്ട്. ഓക്കെ ഓക്കെ, മതി മതി, ഞാൻ ധന്യനായി. തിരുമണ്ടൻ. അതെ, ഇവിടുത്തെ ജീവശാസ്ത്രപരമായ പ്രധാന സ്ഥാനം അടുക്കളയാണല്ലോ. ചെറിയൊരു മനച്ചാഞ്ചല്യം മതി തിരുഭക്ഷണത്തിന് ഉപ്പും പുളിയും കൂടാനും ബാക്കിയുള്ളവന്റെ വയറിളകാനും. അതൊക്കെ നോക്കാൻ ഞാൻ ഇവിടെ ഒരാളുണ്ട്. ബാഹ്യദേഹങ്ങളുടെ ഇടപെടലുകൾ വേണ്ട. ബാക്കിയുള്ളവന് പരയായിട്ട് ഇറങ്ങിയിരിക്കുക. ഒന്നുമില്ല. തിരു ഫ്രണ്ട്സിന്റെ അടുത്ത് പിന്നെ വരാം. ഈ മുട്ട പോട്ടെ. മാധു, ഈ പോയവനുണ്ടല്ലോ, സത്യം പറഞ്ഞ എന്നെക്കാൾ പ്രായം കൂടുതലാ. ഫുൾ ഡയ്യാന്നേ. നോക്ക, വെണ്ടയ്ക്ക ചെന്ന് തക്കാളി വീണാലും തക്കാളി എന്ന് വെണ്ടയ്ക്ക വീണാലും കേടടുക്കളയ്ക്കാ പറഞ്ഞില്ല എന്ന് വേണ്ട. ഒന്ന് പോടോ.